സൗത്ത് ഇന്ത്യൻ ഡിഷൊക്കെ കഴിച്ചങ്ങ് മടുത്തന്നേ. ഇനിയൊന്ന് കുറച്ച് നോർത്ത് ഡിഷ് പിടിക്കാന്ന് കരുതി. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഞാനും എൻ്റെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടും കൂടെ അങ്ങ് ഇറങ്ങി. എന്തിനാ? അവൻ്റെ നാട്ടിലെ ഡിഷസ് ട്രൈ ചെയ്യാനായിട്ട്. ഇവനെ കാണാൻ ചൈനക്കാരനെ പോലെ ഇരിക്കുന്നെങ്കിലും ഇവൻ നമ്മളെ ഇന്ത്യക്കാരൻ തന്നെയാണ്. നോർത്ത് ഈസ്റ്റിലെ മണിപ്പൂർ എന്ന സ്ഥലത്താണ് എവനും ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള സ്പെഷ്യൽ ഡിഷസ് ഒക്കെ മേടിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവ ഇതിൻ്റെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്ന ബാംഗ്ലൂരിലെ കെങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് ഈ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് കൊറമംഗലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. രണ്ടും ഏകദേശം 20 കിലോമീറ്റർ ഫാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് അതുവരെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. വഴിയാണെങ്കിൽ നല്ല ബ്ലോക്കും മുടിഞ്ഞ മഴയും. നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂരുള്ളവരാണെങ്കിൽ ഈ റോഡ് ഓർമ്മയുണ്ടോ? ഈ റോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ബാംഗ്ലൂർ താമസിക്കുന്ന മലയാളികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഒടുവിൽ നീണ്ട 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ചീഹാൻ റെസ്റ്റോറൻ്റാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇത് കൊറമംഗലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. എടാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കിയാൽ മതിയെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേക്കും അവർ ഡയലോഗ് അടിച്ച്, കാശ് ഞാൻ കൊടുത്തോളാം ബ്രോ, ഇത് എൻ്റെ നാട്ടിലെ ഫുഡ് ഞാൻ മേടിച്ച് തരുമല്ലേ. അപ്പോൾ പിന്നെ കോൾ അടിച്ച്, എന്നാൽ നീ പറഞ്ഞോടാ മോനെ, എന്ത് വേണോ പറഞ്ഞു, ഞാൻ തിന്നാൻ റെഡിയാടാ. അവൻ പറഞ്ഞതൊക്കെ ഒന്നും മനസ്സിലാകത്തോണ്ട് ലാസ്റ്റ് ഞാൻ അവനോട് തന്നെ ചോദിച്ചു എന്തൊക്കെ ഓർഡർ ചെയ്തേന്ന്. We ordered the costliest things. Costly things. Can you name all those? Some smoked pork. Smoked pork. Smoked pork in Naga style. In Naga style. Yes, fresh pork. Fresh pork. And then it's Thali combinations where all like Romba, Singju and everything will be there. Okay. And then I ordered one rice beer. Rice beer. Okay. And one coke. One coke. And sausage. With sausage. Yeah, we'll see it later when they do. Okay. പറഞ്ഞതൊക്കെ വല്ലതും മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. റൈസ് ബിയർ എന്ന് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ സാധനമില്ല, അതാണിത്. ഇംഗ്ലീഷ് നല്ല കിടുക്കാച്ചി പേരൊക്കെ ഉണ്ട്, പക്ഷെ ഇത് വേറെ ഒന്നുമല്ല, നമ്മളെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. അതെ, നമ്മുടെ നാട്ടിലെ പനങ്കള്ളൊക്കെ ഇല്ലേ, അതുപോലെ ഇവര് ഇത് കഞ്ഞിവെള്ളം എടുത്തെന്തോ പുളിപ്പിച്ചിട്ട് കള്ളു പോലെ ആക്കും. ആ സാധനമാണ് ഈ റൈസ് ബിയർ. വീട്ടിലമ്മ പശുവിന്റെ കാടിക്ക് ഒഴിക്കുന്ന ഈ കഞ്ഞിവെള്ളത്തിന് ഇവിടെ ഒരു ഗ്ലാസ്സിന് എത്ര രൂപയാണെന്നറിയോ? 200 രൂപ. വീട്ടിലെടുത്ത് തെങ്ങും മൂട്ടി ചരിച്ചു കഴിയുമ്പോൾ ഒരു മാറ്റവും ഇല്ല. ഇവിടെ വന്ന് കാശ് കൊടുത്ത് മേടിച്ച് കഴിക്കുന്നു. ഒരു പരീക്ഷണത്തിന് റിസ്ക് എടുക്കാൻ വയ്യാത്തോണ്ട് ഞാൻ അവന്റെ അടുത്ത് തന്നെ പറഞ്ഞു, എടാ മോനെ നീ ഫസ്റ്റ് കുടിച്ചോളാൻ. സംഭവം സൂപ്പറാ. പക്ഷെ എന്താണെന്നറിയാം, താണ്ടിയിലിന് താഴോട്ട് ഒരു കോച്ചിപ്പിടുത്ത് അങ്ങ് പിടിച്ച് കയറും കുടിച്ചു കഴിയുമ്പോൾ. അങ്ങനെ റൈസ് ബിയറിന് ശേഷം രണ്ടാമതായി നമ്മൾ ഓർഡർ ചെയ്ത കോക്ക് എത്തിയിരിക്കുകയാണ്. അവൻ കോക്ക് എന്ന് പറഞ്ഞപ്പോൾ കൊക്കക്കോള ആയിരിക്കുമെന്ന് എൻ്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. ഞാൻ കോക്ക് എന്ന് ചോദിച്ചാൽ വേറെ എന്തോ കഴിക്കുന്ന ഡെസേർട്ട് ആയിരിക്കുമെന്ന് കരുതി. ഇവരുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ ആചാരം ഉണ്ടെന്ന് അവൻ പറയുന്നത്. എന്ത് സാധനം കഴിക്കാൻ പോലും അവർക്ക് കൊക്കക്കോള, പെപ്സി അതുപോലത്തെ സാധനങ്ങൾ അത് നല്ല ഡൈജഷന് ഹെൽപ്പ് ചെയ്യുമെന്ന് അവൻ പറയുന്നത്, ഇവന്റെ കാഴ്ചപ്പാട്. ഇങ്ങനെ ഫൈനലി കാത്തിരിപ്പിന് ശേഷം നമ്മുടെ താലി എത്തിയിരിക്കുകയാണ്. താലി, റൈസ്, ഷിഞ്ചു അങ്ങനത്തെ എന്തോ സാധനങ്ങളൊക്കെ. അവരുടെ നാട്ടിൽ ഇതാ അവരുടെ ഡെയിലി ഫുഡ്. നമ്മുടെ നാട്ടിലെ കഞ്ഞിയും പയറും ചോറൊക്കെ കഴിക്കുന്ന ഉച്ചയ്ക്ക് കഴിക്കുന്ന പോലെ അവരുടെ നാട്ടിൽ റൈസും ഇതുപോലത്തെ ഷിഞ്ചു, താലി ഓക്കെ എല്ലാം മിക്സ് ചെയ്ത ഒരു സാധനം താലി എന്നങ്ങ് പറയാം. ഇതാ അവരെന്നും ലഞ്ച്, ഡിന്നറായിട്ട് ചപ്പാത്തി കഴിക്കുന്നതെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതാ ലഞ്ചിന് മെയിനായിട്ടും കഴിക്കുന്നതെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ചോദ്യം മാത്രമേ ഉള്ളൂ, ഇതെന്താണ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ അടുപ്പ് ഇപ്പോൾ കോരിക്കൊണ്ട് വന്നേ ഉള്ളായിരുന്നു. പേടിക്കേണ്ട, ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ വിചാരിക്കത്തുള്ളൂ. പക്ഷേ ഇതെല്ലാം സാധനം ഞാനിപ്പോൾ പറഞ്ഞുതരാം. First you explain everything. This one is Kangao. It's a fry. And this one is Iromba. And this one is Shinju. And this one is Dal. Kantat. Okay. And this one is Kamsur. Okay. And this one is a cabbage boil. Okay. And my favorite sausage. Okay, sausage. Pork sausage. Okay. And എന്താണ് ഈ തിളയ്ക്കുന്ന സാമ്പാർ? Okay. Tell this one. And this one is smoked pork. Smoked pork. Okay. Okay, and this one is normal one. Normal smoked pork. Yes. Okay. And the last rice beer. Rice beer. Yes, here we go. അങ്ങനെ ഫൈനലി ഞാൻ എന്താ കഴിച്ചു തുടങ്ങുകയാണ്. കുറച്ച് ആ സ്മോക്ക് പോർക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് കുറച്ച് ചാറും ചോറും എടുത്താണ് ആദ്യം കഴിച്ചു നോക്കിയത്. വായിലോട്ട് വെച്ചപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റായിരുന്നു. വായിലങ്ങ് അലിഞ്ഞു പോകുന്ന രീതിയിൽ നല്ലൊരു സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ആ ചാറിന് നല്ല സ്പൈസി ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്പൈസ് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. അപ്പോഴത്തേക്കും അവൻ പറഞ്ഞു കുറച്ച് ആ റൈസ് ബിയർ എടുത്ത് കുടിക്കാം, അപ്പോഴത്തേക്ക് ആ സ്പൈസ് അങ്ങ് അഡ്ജസ്റ്റ് ആവുന്നു. പക്ഷെ സത്യമായിരുന്നു, അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ നേരെ ആ സോസേജ് കയറി പിടിച്ചു. സോസേജ് ആയിരുന്നു വെച്ചാൽ എനിക്ക് കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഈ സോസേജിനൊരു കഥയുണ്ട്, അത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ടിവിയിൽ കാർട്ടൂണിലൊക്കെ ഈ സോസേജ് എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ ആദ്യമായിട്ട് അത് കഴിക്കുന്നത്. ഇവനൊരു കഥ പറഞ്ഞ ശേഷം ഞാൻ പ്ലിങ് എന്ന് പറഞ്ഞായിപ്പോയി. എനിക്ക് സോസേജ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്
ഫുള്ള് കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ കഥ എന്താണെന്ന് പറഞ്ഞു തന്നെ. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം. കഴിച്ച എല്ലാ ഡിഷിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ സ്മോക്ക്ഡ് പോർക്ക് എന്ന് പറയുന്ന ഈ സാധനം. വേറെ ഒന്നുമല്ല, നമ്മുടെ പന്നി സ്മോക്ക് ചെയ്തെടുത്താണ് ഈ സ്മോക്ക്ഡ് പോർക്ക്. അത് നല്ല രീതിയിൽ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കഴിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സാധനം മാത്രമേ ഉള്ളൂ. ആദ്യമൊക്കെ സ്പൂണൊക്കെ വെച്ച് കഴിച്ചെങ്കിലും പിന്നെ സ്പൂണും ഫോർക്കൊക്കെ എടുത്ത് അപ്പുറത്തെ വിളയിൽ എറിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൈയൊക്കെ വെച്ചിട്ട് വാരിക്കോരി കഴിക്കാൻ തുടങ്ങി. അതിന് നമുക്ക് മലയാളിക്ക് അങ്ങനെ കഴിക്കുന്നതാണല്ലോ ഒരു ടേസ്റ്റൊക്കെ അങ്ങോട്ട് അനുഭവപ്പെടുന്നത്. ഇന്നെന്നാ വാതർക്ക് കൈവച്ച് കഴിച്ചപ്പോഴാണ് ആ ഒരു സ്വാദ് അറിയുന്നത്. അടിപൊളി ടേസ്റ്റ് തന്നെ. കുഴപ്പമില്ല. എന്നാലും ഒരു ഓവർ റേറ്റ് ഒരു 8 ഔട്ട് ഓഫ് 10. ഇനി നമുക്ക് നമ്മുടെ സോസേജിൻ്റെ സ്റ്റോറിയിലേക്ക് വരാം. ഈ സോസേജ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയൂ? അതും പന്നിയുടെ സോസേജ്. ഈ പന്നിയുടെ ഹാർട്ട്, ലങ്സ്, ലിവർ ഇതെല്ലാം സ്മാഷ് ചെയ്തിട്ട് നമ്മുടെ ചെറുകുടലില്ലേ അതിനകത്തിട്ട് നിറച്ചുണ്ടാക്കിയ ഈ പൈപ്പ് പോലിരിക്കുന്ന ഈ സോസേജ്, അത് ഞാനിത് ഫുള്ള് കഴിച്ചു തന്നപ്പോൾ ഈ പന്നീൻ്റെ മോൻ്റെ അടുത്ത് ഈ കഥ എൻ്റെ അടുത്ത് പറയുന്നത്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ പ്ലിങ്ങെന്ന് പറഞ്ഞ് ഞാനായിപ്പോയി എൻ്റെ ഒരു അവസ്ഥ. കഴിച്ച് ഇനി എന്തായാലും അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല. ഈ റൈസ് ബിയർ അങ്ങ് ഒറ്റ വലിക്കങ്ങ് കുടിച്ച് തീർത്ത് ആ ഒരു വിഷം അങ്ങ് തീർക്കാന്ന് എഴുതി ആ ഒരു ഫുൾ ബോട്ടിൽ ഒറ്റ വലിക്കങ്ങ് കുടിച്ച് തീർത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റൈസ് ബിയർ. നല്ല പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ അറിയുന്നുണ്ടായിരുന്നു റൈസ് ബിയറിന്. എന്തൊരു സോദ. ഓവറാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ നമ്മളിതാ ഫിനിഷ് ചെയ്തിരിക്കുകയായിരുന്നു നമ്മുടെ പോർക്കും. ഓവറാൾ നമ്മൾ ഏറ്റവും കൂടുതൽ മേടിച്ചത് പോർക്കാന്ന് തോന്നുന്നു. സ്മോക്ക്ഡ് പോർക്കും ആ സോസേജ് ആയാലും പോർക്കിൻ്റെ സോസേജ് ആയാലും എന്തായാലും അവൻ ഹാപ്പിയാണ്. കാശ് തീർന്നതിലും അവൻ്റെ നാട്ടിലെ ഫുഡ് ഞാൻ ട്രൈ ചെയ്തതിലും അവൻ ഹാപ്പിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 3 പോർക്കിൻ്റെ ഐറ്റംസിന് മാത്രമായിട്ട് അതായത് 1050 രൂപയായിരുന്നു. അപ്പം ഇതുപോലത്തെ വെറൈറ്റി ഡിഷസ് ഇനിയും ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ വേറൊരു വീഡിയോയിൽ കാണാം. ഇങ്ങനെ അടിപടലം മൂഞ്ചി കയ്യിലെ കാശും പോയി വന്നിരിക്കുവാണ് രണ്ടും. കുത്തറപ്പ ഡെസ്റ്റിനേഷൻ പറഞ്ഞ ചിന്ന പച്ചത്തെറി പറഞ്ഞായിരിക്കും. അപ്പൊ വേറൊരു ഫുഡ് ബ്ലോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ഓഫ് മീ ആൻഡ് ഹിം.